നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദേശ സന്ദർശനത്തിലായിരുന്ന രാഹുൽ ഗാന്ധി തിരിച്ചെത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വരുന്ന 20-ന് ആരംഭിക്കുകയാണ്. ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും വലിയ പോരാട്ടത്തിന് ഈ പാർലമെന്റ് സമ്മേളനം സാക്ഷ്യം വഹിക്കുമെന്നുറപ്പാണ്. പാർലമെന്റ് സമ്മേളനത്തിൻ്റെ തൊട്ടു മുന്നോടിയായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്ത പാർലമെന്ററി സ്ട്രാറ്റജി കമ്മിറ്റി യോഗം ദില്ലിയിൽ നടന്നു. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട അടവുകളും തന്ത്രങ്ങളുമാണ് കോൺഗ്രസിൻ്റെ ഈ കമ്മിറ്റി ചർച്ച ചെയ്തത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റ് മുതിർന്ന നേതാക്കന്മാരും അടക്കമുള്ളവർ ഭരണപക്ഷത്തിനെതിരെ മൂർച്ചയേറിയ ആയുധങ്ങൾ പാർലമെന്റിൽ പുറത്തെടുക്കാനാണ് രാഹുൽ ഗാന്ധിയുടെയും സംഘത്തിൻ്റെയും ശ്രമം. പക്ഷേ എല്ലാ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി പതിവ് പോലെ വിദേശ സന്ദർശനം നടത്തിയത് രാജ്യത്താകമാനം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏത് വിദേശ രാജ്യത്താണ് പോയതെന്നും ആരോടൊപ്പമാണ് ഇപ്പോഴുള്ളതെന്നും BJP നേതാക്കന്മാർ ചോദ്യമുന്നയിച്ചിരുന്നു. BJP IT സെൽ മേധാവി അമിത് മാളവ്യ തന്നെ ഈ ചോദ്യം ഉന്നയിച്ചത് ദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങൾക്കും തൊട്ടുമുന്നേ വിദേശയാത്ര നടത്തും. അതിനുശേഷം ഇവിടെ വന്ന് പാർലമെന്റിൽ വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കും, വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കും. അതിത്തവണയും ആവർത്തിക്കാൻ പോവുകയാണോ എന്നാണ് അമിത് മാളവ്യ ചോദിച്ചത്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഒരു വിവരവും പുറത്തു പറയാതെ ഇങ്ങനെ ദുരൂഹ വിദേശയാത്രകൾ നടത്തുന്നത്? രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര എങ്ങോട്ടാണെന്നോ എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നോ ഉള്ള വിവരങ്ങളൊന്നും കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്ക് പോലും ലഭ്യമല്ല. ഇത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ BJP ചർച്ച ചെയ്തിരുന്നു. വിവാദമായപ്പോഴാണ് രാഹുൽ ഗാന്ധി നാട്ടിൽ തിരിച്ചെത്തിയത്. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനാകുന്നത് എന്തുകൊണ്ട്? കോൺഗ്രസിന് വിവിധ സംസ്ഥാനങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. പഞ്ചാബ് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന സംസ്ഥാനമാണ്. ഇപ്പോഴും ചെറിയ രീതിയിലുള്ള സംഘടനാ സ്വാധീനം പഞ്ചാബിൽ കോൺഗ്രസിന് അവശേഷിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ഭരണം കൊണ്ടുപോയെങ്കിലും പഞ്ചാബിൽ ഇപ്പോഴും സംഘടനാ ശക്തി കോൺഗ്രസിന് പറയാനുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനത്ത് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ സങ്കീർണമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിക്കേണ്ട വിധത്തിലുള്ള പ്രശ്നങ്ങളാണവ. എന്നിട്ടും നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അതൊക്കെ അവഗണിച്ച് എന്തിനാണ് വിദേശയാത്ര പോകുന്നത്? നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ സംഘടന വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തിൽ പോലും അധികാരം പിടിച്ചെങ്കിലും വലിയ സംഘടനാ വിഷയങ്ങൾ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. സംസ്ഥാനത്ത് കോൺഗ്രസിനൊരു മുഴുവൻ സമയ സംസ്ഥാന അധ്യക്ഷനില്ല. KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് ഇപ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി മന്ത്രിയാണ്. വൈദ്യുതി വകുപ്പ് ഒരല്പം കുഴപ്പം പിടിച്ച വകുപ്പാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി വകുപ്പിലെ കാര്യങ്ങളും സംസ്ഥാന കോൺഗ്രസിലെ കാര്യങ്ങളും ഒരുമിച്ച് നോക്കാൻ തന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും അവിടെ ഒരു പുതിയ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. 1/2 ഡസനോളം നേതാക്കന്മാരാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള കരുക്കൾ നീക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ആവശ്യമുള്ള സമയമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല. കേരളത്തിലെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷിയോട് പ്രാഥമിക ചർച്ചകൾ തുടങ്ങിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ അന്തിമമായി തീർപ്പ് കൽപ്പിക്കാൻ അധികാരവുമില്ല. രാഹുൽ ഗാന്ധി ഒരിടത്ത് നിൽക്കുകയുമില്ല, മറ്റ് സീനിയർ നേതാക്കൾക്ക് അധികാരം നൽകുകയുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം രാജ്യത്തുണ്ട്, കോൺഗ്രസിനകത്തുണ്ട് എന്ന് BJP വിമർശിച്ചിരുന്നു. ഈ വിമർശനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ പാർലമെന്ററി സ്ട്രാറ്റജി കമ്മിറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടത്. രാഹുൽ ഗാന്ധി രാജ്യത്ത് തിരിച്ചു വന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ സ്ട്രാറ്റജി കമ്മിറ്റിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടാണ്. എന്തായാലും BJPക്കെതിരെ കടുത്ത നിലപാട് പാർലമെന്റിൽ കോൺഗ്രസ് സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CJPയുടെ വൻ പ്രക്ഷോഭം ജന്തർ മന്ദറിൽ നടക്കുന്നു. മാത്രമല്ല അയോധ്യയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. ഇതെല്ലാം വിഷയമാക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. വരുന്ന 19-ാം തീയതി സർവകക്ഷി യോഗം നടക്കുകയാണ്. ആ സർവകക്ഷി യോഗത്തിൽ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, അയോധ്യയിലെ ക്രമക്കേട്, അതോടൊപ്പം തന്നെ CJPയുടെ സമരം, ഇതെല്ലാം വിഷയമാക്കാനാണ്, ഇതെല്ലാം പാർലമെൻറ്റിൽ ചർച്ചയ്ക്കെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇത്തരം അടവുകൾക്കൊന്നും ഭരണപക്ഷം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് വഴങ്ങിയ ചരിത്രമില്ല. പക്ഷേ ഭരണപക്ഷം ഈ പ്രാവശ്യം പാർലമെൻറ്റിൽ ശക്തരാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ടല്ലോ.
ആ സമ്മേളനത്തിൽ എന്താണ് നടന്നത്? ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഭരണപക്ഷം ലോക്സഭയിൽ കൊണ്ടുവന്നു. പാസാക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നു. വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ബില്ലുമെല്ലാം ചവറ്റുകുട്ടയിൽ പോയി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രതിപക്ഷത്തിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന്, ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദിയുടെ ഈ നീക്കത്തെ തടസ്സപ്പെടുത്തി. പക്ഷേ തമിഴ്നാട്ടിലും ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കുമെന്ന് നരേന്ദ്രമോദി അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രണ്ടിടത്തും പാഠം പഠിച്ചു. DMK വനിതാ സംവരണ ബില്ലിനെ എതിർത്ത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. DMKയ്ക്ക് ഭരണം നഷ്ടമായി, കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. തൃണമൂൽ കോൺഗ്രസും അത്തരത്തിൽ വനിതാ സംവരണ ബില്ലിനെ എതിർത്ത ഒരു പാർട്ടിയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന് 15 വർഷത്തിന് ശേഷം ബംഗാളിൽ ഭരണം നഷ്ടപ്പെട്ടു. BJPക്ക് ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞു. ഇതിനുശേഷം വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ദില്ലിയിൽ നടന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പിളർന്നു. TMCയുടെ ഭൂരിഭാഗം MP-മാരും ഇപ്പോൾ NDA പക്ഷത്താണ്. ശിവസേന, ഉദ്ധവ് താക്കറെ MP-മാർ ഭൂരിഭാഗവും NDA പക്ഷത്താണ്. ഇന്ത്യ മുന്നണിയിൽ നിന്നും DMK വിട്ടുപോയി. അവരെല്ലാം NDA സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കാം എന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ MP-മാർ പോലും ഇപ്പോൾ BJP പക്ഷത്താണ്. രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും 3/2 ഭൂരിപക്ഷം ഇപ്പോൾ ഏതാണ്ട് NDAക്ക് ഉറപ്പായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തിയ ബില്ലുകൾ തിരികെ കൊണ്ടുവരാൻ BJP ആലോചിക്കുന്നു. നിർണായകമായ മറ്റു പല നിയമ ഭേദഗതികളും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ഭരണപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം കെടുത്തുക എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറ്റുന്ന പണിയാകില്ല. രാഹുൽ ഗാന്ധി ഏറെ വിയർക്കേണ്ടി വരും. നേരത്തെ 3/2 ഭൂരിപക്ഷം പോയിട്ട് BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ BJPയും NDAയ്ക്കുമാണ് ശക്തി. ഇക്കാര്യങ്ങളാണ് ഇന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി സ്ട്രാറ്റജി കമ്മിറ്റിയിൽ ചർച്ചയായത് എന്നാണ് വിവരം. ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത നേതാക്കളുടെയെല്ലാം മുഖം മ്ലാനമായിരുന്നു. രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയുമെല്ലാം ഗൗരവത്തോടുകൂടി ചർച്ചകളിൽ പങ്കെടുക്കുന്നത് കണ്ടു. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കിടന്ന് മെഴുകിയതുപോലെ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ മെഴുകാൻ കഴിയില്ല എന്നുറപ്പാണ്. കാരണം അത്രമാത്രം ശക്തമാണ് ട്രഷറി ബെഞ്ച്. അവർ കൃത്യമായ അജണ്ടകളോടുകൂടി കഴിഞ്ഞ 3-4 വർഷക്കാലം പണിയെടുത്തിരിക്കുന്നു. ഇക്കണ്ട രാഷ്ട്രീയ പാർട്ടികളിലെ മുഴുവൻ അസംതൃപ്തരെയും കണ്ടെത്തി സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞു. അതും ഒരു ജനപ്രതിനിധിക്കെതിരെ പോലും കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുത്താൻ കഴിയാത്തത്ര രീതിയിൽ വളരെയധികം പ്ലാനിങ്ങോടുകൂടി, കൃത്യതയോടുകൂടി BJP അത് നടപ്പിലാക്കിയിരുന്നു. ദില്ലിയിൽ BJP നേതാക്കളെല്ലാം ഇതിനുവേണ്ടി വിയർപ്പൊഴുക്കുകയായിരുന്നു, പണിയെടുക്കുകയായിരുന്നു. BJP നേതാക്കൾ മാത്രമല്ല, നിരവധി NDA ഘടകകക്ഷി നേതാക്കന്മാരും ഇതിനുവേണ്ടി വല്ലാതെ വിയർപ്പൊഴുക്കി. ജമ്മു കാശ്മീരിൽ നിന്ന് പോലും MP-മാർ NDA പാളയത്തിലേക്ക് എത്തിയേക്കാമെന്ന സൂചന പോലുമുണ്ട്. അതായത് ഭരണപക്ഷം ഇവിടെ വലിയ രീതിയിൽ അധ്വാനിക്കുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി വിദേശയാത്രയിലായിരുന്നു. വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പാർലമെൻറ്റിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ സമയം കൊണ്ട് ഭരണപക്ഷം എല്ലാ തന്ത്രങ്ങൾക്കും അതീതമായി പാർലമെൻറ്റിൽ വളർന്നിരിക്കുന്നു. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി എന്തു ചെയ്യാൻ പോകുന്നു? ഭരണപക്ഷത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഭരണപക്ഷത്തെ നേതാക്കൾ.